ഈ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതിന് ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ബംഗാളിലും കേരളത്തിലും ബുദ്ധിജീവികളാണ് പൊതുവേ ഉള്ളത്. ഞങ്ങൾ ബുദ്ധിജീവികളുടെ ആൾക്കാരാണ്. ബംഗാളും അതുകൊണ്ട് തന്നെയാണ് രണ്ടിടത്തെ നേതാക്കളുടെ ധാർഷ്ട്യം കാരണമാണ് ഈ ഭരണം പോയത്. രസമുള്ള കാര്യം അതല്ല, ഈ കമ്മിറ്റിയിൽ വരുന്ന ഒരു പ്രധാന വിഷയം കേരളത്തിൽ ഭരണം ഉണ്ടായിട്ട് ധാർഷ്ട്യം കാണിച്ചെന്ന് പറയാം. അത് ബംഗാളിൽ വീട്ടിലിരിക്കണം ഒരാള് പോലും ഇല്ല. എന്നിട്ട് ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യമില്ലെങ്കിൽ ഇപ്പം ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ ഒരു സഖാക്കന്മാരുടെ ഒരു ലക്ഷണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാസിൽ വന്ന് ഈ പിടുത്തമാണ്. അതെ, കൊച്ചിനെ മറ്റേ കിരീടത്തിൽ മോഹൻലാലിന്റെ പുറകെ കിടക്കുമല്ലേ, അതുപോലെ നടക്കണം. കക്ഷത്തിൽ പൊതിക്കാത്ത രണ്ട് തേങ്ങ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കക്ഷത്തിൽ തേങ്ങയുമായി നടക്കുന്നവരാണ് നമ്മൾ ഇവരെ കുറിച്ച് പറഞ്ഞത്. ഇവർക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. നമ്മളെ കണ്ട സാമ്രാജ്യത്വവാദി എന്നൊക്കെ നമ്മുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ആ ബൂർഷ്വാസി എന്നുള്ള രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ തെക്കൻ ജില്ലയിലെ നേതാക്കന്മാരും ഇപ്പൊ കണ്ണൂർ ഭാഷയും കണ്ണൂർ സ്റ്റൈലിലും കണ്ണൂർ നേതാക്കളോട് അനുകരിച്ചുള്ള ഈ നടപ്പാണ്. അതാണ് രസകരമായ കാര്യം. ഈ ആദ്യ 5 വർഷം ഓരോ ഇഷ്ടികയാണ് കൊണ്ടു നടന്നത്. ഈ അടുത്ത 5 വർഷം ആയപ്പോഴത്തേക്ക് അവന്മാർ രണ്ട് കൊട്ടത്തേങ്ങയാക്കി വലിയ തേങ്ങ എടുത്ത് വെച്ച് തുടങ്ങി. അപ്പോൾ ഈ ധാർഷ്ട്യം കാണുന്ന ഒരു സാധാരണപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകന് പോലും യുവമാരെ ഇഷ്ടപ്പെടില്ല. അതുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ട് കേരളത്തിൽ തോറ്റു എന്ന് ചോദിച്ചാൽ, നമ്മളോട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ തീരുമാനിച്ചു യുവമാർ തോക്കട്ടെ, ഞങ്ങളാണ് തീരുമാനിച്ചത്. ഈ മര്യാദയ്ക്ക് ആളെടുത്ത് പെരുമാറുന്ന സുരേഷ് കുറുപ്പിനെ രാജബ്രഹാനും പോലെ എന്നുള്ള ആളെ ഒരു കളത്തിൽ ഇറങ്ങിയതുമില്ല. അല്ലെ, നമ്മൾ എന്നോട് വയ്ക്കുന്ന ദിവസം അല്ലെ ഒരു വലിയ കറ കീറുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ഞങ്ങളത് കൊട്ടിഘോഷിക്കാറില്ല. ഞങ്ങൾ പാർട്ടിയുടെ വേദികളിൽ അഭിപ്രായം പറയുന്ന, പാർട്ടിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് തോപ്പിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനത് വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇത്ര സിമ്പിളായിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഇവർ ഈ എന്താ പറയുന്നത്, ഈ താഴെ തട്ട് തൊട്ട് മേലെ തട്ട് വരെ പഠനമൊന്നും നടത്തണ്ട. പറഞ്ഞ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോളിസീസ് പടി തല്ലുള്ള ചെയ്ത ഒരാളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടും പുള്ളിയെ ചെയ്തു എന്നുള്ളത് അവസാനം പറഞ്ഞ പാർട്ടി ഞങ്ങൾക്ക് വേണം, അതിന് ഈ മാലിന്യങ്ങളെ തൂത്തെറിയണം, അതേ പറ്റൂ. ഇപ്പം കേന്ദ്ര കമ്മിറ്റി ഇതൊക്കെ ആണെങ്കിലും ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ മാറ്റുകയില്ല എന്നുള്ള സന്തോഷ വാർത്ത കൂടെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും വളരെ നല്ല വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് വന്നാലും പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഇവിടുന്ന് മാറ്റില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത് AK സെന്ററിൽ അവിടെ മാസ ചെലവ് നടക്കണമെങ്കിൽ ഇവിടുന്ന് പൈസ കൊടുക്കണം. ഇവിടെ പൈസ ഉണ്ടല്ലോ എന്തായാലും. അതെ, അവിടെ ഇവിടെ ബംഗാളിൽ തെളിവരെയൊന്നും ഇല്ല. ഇവരെ കൊടുക്കണ കാശ് കൊണ്ടാണ് അവിടെ ആള് ചായ കുടിക്കുന്നത്. അല്ല, MAV എന്തുകൊണ്ട് ഘടിപ്പിച്ച് പറഞ്ഞല്ലേ? അദ്ദേഹം ഇന്നലെ രാവിലെ ഏഷ്യാനെറ്റില് അദ്ദേഹം ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നത്. ഫുട്ബോൾ കളിയുമായി അത് ചില താരതമ്യ പഠനങ്ങൾ നടത്തി. പുതിയ സ്റ്റൈലാണത്. പാസ് ചെയ്യണമെന്ന് ചുമ്മാതെ പറ്റത്തില്ല. 82 വയസ്സായ പിണറായി വിജയൻ നയിക്കാതെ 72 വയസ്സായ MAVക്ക് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർജന്റീനയുടെ സ്വിറ്റ്സർലൻഡിനുള്ള കളി അത് പുള്ളി എന്താണ് ഈ കേന്ദ്ര കമ്മിറ്റി നടക്കുന്നിടത്ത് ഇതിനായിട്ട് പുള്ളി സൗകര്യം അതെ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരുത്തൻ മാത്രം കട്ട് തിന്നാ പോരാ, മറ്റുള്ളവരോട് കൊടുക്കണം. മാത്രമല്ല പണ്ട് നായനാരുടെ പേര് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ച് വിവാദം ഉണ്ടാക്കിയത്. ഫുട്ബോൾ അവരുടെ ഒരു മേഖലയാണ്. അപ്പം കേരളത്തിലെ സഖാക്കളും ബംഗാളിലെ സഖാക്കളും ഒരുപോലെ ചിന്തിക്കുന്നവരാണെന്നാണ് സഖാവ് കോട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഈ സഖാവ് കോട്ടപ്പള്ളി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ രണ്ടിടത്തെ സഖാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ ധാർഷ്ട്യത്തിനൊപ്പം തന്നെ ബാക്കിയുള്ള അടിസ്ഥാന കാരണങ്ങളും ഇവർ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായി പഠിക്കണം. മാത്രമല്ല ഈ തിരുത്തൽ വരുമെന്നോ, എന്ത് തിരുത്താനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തിരുത്താനാണെങ്കിൽ ആദ്യം മേളിൽ നിന്ന് തിരുത്തണം, താഴെ നല്ല തിരുത്തണ്ട. ഇപ്പം ഇവർ പറയുന്നത് താഴെ തട്ടിൽ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനം മന്ദീഭവിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ്? 10 വർഷം അതായത് ആർക്കാണെങ്കിലും ഒരു ആലസ്യം വരും ഇല്ലേ? ആദ്യത്തെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഒരു 5 കൊല്ലം ഭരണം വരുന്ന ഇവിടുത്തെ രീതി, ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഇത് തന്നെ സംഭവിച്ചു. കാരണം ഈ കോൺഗ്രസ്സുകാർക്ക് ആദ്യത്തെ 5 വർഷം പിണറായി ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ഈസി ആയിട്ട് ഞങ്ങൾക്കെല്ലാം താലത്തിലിങ്ങി കിട്ടും. എന്താണ്, ഒരു തവണ LDF, അടുത്ത തവണ UDF എന്നുള്ള രീതിയിൽ ഇത് ഈസി ആയിട്ട് കിട്ടുമെന്നാണ് കരുതിയത്. വകുപ്പ് വിഭജനം പോലെ നടന്നിരുന്നതാണ് പറയപ്പെടുന്നത് അന്ന് കോൺഗ്രസ്. അതെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആലസ്യത്തിൽ വന്നിട്ട് മത്സരിച്ച് നല്ല മനോഹരമായിട്ട് തോറ്റ് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് വലിയ ഒഴുക്ക് CPM-ലേക്കുണ്ടായി, BJP-യിലേക്കുണ്ടായി. അങ്ങനെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് നേരം എടുക്കുന്നത്.
അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താണ്, ആദ്യത്തെ 5 വർഷം കിട്ടി, അടുത്ത 5 വർഷം ഞങ്ങളുടെ കയ്യിൽ അർമാദിക്കുകയാണ്, ഞങ്ങളെല്ലാം പിടിച്ചടക്കുകയാണ്. മൊത്തം നാട്ടുകാരെ മണ്ണെടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു, പാറ പൊട്ടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു, മയക്കുമരുന്നും കഞ്ചാവും ലഹരി സാധനങ്ങളെല്ലാം നേതാക്കന്മാർ മൊത്തം ചില്ലറ വ്യാപാരം തുടങ്ങുന്നു. അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് ഇപ്പുറത്ത് നോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ ഇവർ ഓർമ്മ. പക്ഷേ അവരെന്ത് ചെയ്തു? ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം സാധാരണ ജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അകന്നു. അതാണ് ഇന്നിപ്പം കേന്ദ്ര കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരിക്കുന്നത്. സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു. സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു ആരോട് കൂടി? മുതലാളിമാരുമായിട്ട് പരിപാടി ആരംഭിച്ചു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന ഒരു പഴയ സഹാവ് എന്ന് വെച്ചാൽ പാപ്പട സഹാവ്, ഒന്നും ആവാത്ത സഹാവ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം 80s മറ്റോ ആണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു നേതാവ് മന്ത്രിയായി കുറച്ച് കാലത്തിന് ശേഷം ഇദ്ദേഹം കണ്ടുമുട്ടുകയാണ്. പെട്ടെന്ന് നേതാവ് കണ്ടു ചിരിച്ചു ചോദിച്ചത്, താനിപ്പോൾ എവിടെയാണോ എന്ന് ചോദിച്ചെന്ന്. ആര്? തിരുവനന്തപുരത്തുകാരനായ മന്ത്രി ഈ തിരുവനന്തപുരത്തുകാരനായ പാവപ്പെട്ട സഹാവിൻ്റെ ചോദിച്ചു, താനിപ്പോൾ എവിടെയാണോ എന്ന് ചോദിച്ചത്. അതാണ്. അപ്പം പുള്ളി വിട്ടില്ല. മന്ത്രിയായപ്പോൾ സംസാര ഭാഷ മാറിയോന്ന് ചോദിച്ചത്. പുള്ളി തിരിച്ചു. അയാൾ വടിയായി. അന്നത്തെ കാലമാണ് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഇയാളെ പിടിച്ച് കലാപാഹ്വാനത്തിന് പിണറായി കേസെടുപ്പിച്ചത്. അതെ. ഇതിപ്പം ഇവരെന്താ സാധാരണക്കാരിൽ നിന്ന് പിന്നെ ഏതാ ഒരു സിനിമയിൽ മാമുക്കോ പാവപ്പെട്ട മുതലാളിമാർക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പാവപ്പെട്ട മുതലാളിമാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? മുതലാളിമാർക്ക് എല്ലായിടത്തും ഈ സഹാക്കന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം രാവിലെ എണീറ്റ് ഏത് മുതലാളി ഇവിടെ കല്യാണം ഉണ്ടെന്നോ. അതെ, നിരന്ന് നിൽക്കും അവിടെ പോയി ചുറ്റും. അതാണ് ഞങ്ങൾ മുതലാളിത്തത്തിനും ബൂർഷ്വാസികൾക്കും എതിരാണ്. സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സംവിധാനമായ സോഷ്യലിസത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ബൂർഷ്വകളെ നേടാനാണ് സ്വന്തം മക്കളെ ബൂർഷ്വമാരാക്കിയത്. സ്വന്തം മക്കളൊക്കെ വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അങ്ങ് തോൽപ്പിക്കുക അവനെ. കോട്ടപ്പള്ളി അച്ഛനോ ഞാൻ കരുതി ഏതോ ബൂർഷ്വ ആണെന്ന് എന്ന് പറഞ്ഞാൽ ഈ ബൂർഷ്വ എന്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇല്ലേ? ബൂർഷ എന്താണ്? ആരാണ് ബൂർഷ? ആരാണ് ബൂർഷ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ട് പുള്ളിയൊക്കെ വലിയ ബൂർഷകളാണ്. അത് തിരിച്ചറിയാതെയാണ് ഇവർ ബൂർഷകളോട് നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥ ബൂർഷ ആരാണ്? നമ്മുടെ തലപ്പത്തിരിക്കുന്നത്. ഇത് കണ്ണൂരിലേക്കാൾ മലബാറിലെ ജനങ്ങൾ പാർട്ടി അണികൾ അവസാനം തിരിച്ചറിഞ്ഞു. അവർ കണ്ടിട്ടുള്ള AKGയും അതല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരായ എല്ലാം നിസ്സന്മാരായി മാറിയ മനുഷ്യരാണ്. അതിന് പകരം ഈ യുവമാർ പഠിച്ചുകൊണ്ടിരിക്കാവുന്ന സത്യം വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. വർഗ ബഹുജന സംഘടനകളുടെ അടിത്തട്ടിലെ പ്രവർത്തനം ശരിയായില്ലെന്നാണ് ബേബി പറഞ്ഞത്. അതല്ല സംഭവം. യഥാർത്ഥ സംഭവം എന്താണ്? ഇവരെല്ലാം ഈ നേതാക്കളെല്ലാം ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റിലേക്കായി. പിണറായി വിജയന്റെ കൂടെ ഒന്ന് ഒരു സെൽഫി എടുക്കാൻ ഒരു കുട്ടി ചെല്ലുമ്പം ആ കുട്ടിയെ ഓടിച്ചു വിടുന്നു. അല്ലേ? അതാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നോക്ക്, ഇത്രയും ദിവസം അദ്ദേഹം വലിയ ഇതിൽ എനിക്ക് തോന്നുന്നു ആ മലബാറിൽ ഉണ്ടായില്ല, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ഒരു കലിപ്പ് പുള്ളിക്കുണ്ട്. അതുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ചെന്നപ്പോൾ മയക്കേണ്ട പദ്ധതിന് കലിയളവിയത്. അതെ, കോലും കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഈ കോലും കുത്തിക്കൊണ്ട് ആരും ചെന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചത് പാർട്ടി പത്രമാണ്. പാർട്ടി പത്രവും ചാനലും. അതും ആ വിലാപം എന്ന് പറയുന്നത് എന്തോ ഒരു കോമഡി ആയിപ്പോയി. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര കോമഡി ആയിപ്പോയി. ഈ എത്ര മിനിറ്റ് ഓരോരുത്തരും സംപ്രേഷണം ചെയ്തു എന്നാണ് ഇവർ എഴുതി കാണിക്കുന്നത്. അതിൻ്റെ ഏഷ്യാനെറ്റ് 0 മറ്റേ പ്രധാന ചാനലുകൾ മനോരമയും മാതൃഭൂമിയും 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ട് കാണിച്ചു. കൈരളി മാത്രം ഫുള്ള് കാണിച്ചു. കൈരളി കാണിക്കണം, അവരുടെ പാർട്ടിയുടെ പത്രമാണ്, പത്രമല്ല ചാനലാണ്. ദേശാഭിമാനി എഴുതണം, അവരുടെ പത്രമാണ്. അന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന അടിത്തട്ടിൽ എന്തുകൊണ്ട് പ്രവർത്തകരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രവർത്തകരും നേതാക്കളും എല്ലാം വലിയ ബൂർഷ്വ മുതലാളിമാരായി മാറിക്കഴിഞ്ഞു. പിന്നെ സാധാരണക്കാരൻ, ആ സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു PSC പരീക്ഷ എഴുതാൻ ചെല്ലുന്നത്, ഒരു നിയമനം ചോദിച്ച് ചെല്ലുന്നത്, അങ്ങനെയൊക്കെ ചെല്ലുന്ന ഈ പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തൊരു ജോലിക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇവരുടെ എല്ലാം വായിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ട് ഇവർ പിൻവാതിൽ നിയമനത്തിലൂടെയും ഇവരുടെ ബന്ധു നിയമനത്തിലൂടെയും ഇവർ കോഴകളിലൂടെയൊക്കെ തടിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെല്ലാം വിചാരിച്ചു ഇനി ഇവനെ മുന്നോട്ട് ഇനി വളരാൻ അനുവദിച്ചുകൂടാ. കുറച്ചുകൾ മുമ്പ് ഒരിക്കലും ആരോ എഴുതിയിരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് എന്തോ കാണാൻ പോയി ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുമ്പോൾ ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇരിക്കുകയാണ് അവിടെ. അയാൾ ദൂരെ നിന്ന് വന്ന വൃദ്ധന്. അപ്പോൾ അയാൾ ഗതികെട്ട് ഇവരെ പരിചയം, സാറേ ഞാൻ 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കണം, എനിക്ക് ഒരു കണ്ടെന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അവിടുന്ന് പ്രസ് സ്റ്റാഫിൻ്റെ പ്രധാനം ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ചു കൊണ്ട് ഇരിക്കണം, അവിടെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ എന്ന് ഈ മനുഷ്യൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്നിട്ട് ഈ മനുഷ്യനും അയാൾ കുടുംബാംഗങ്ങൾ നാളെ ഈ ഉമ്മർ കോട്ട് ചെയ്യുമോ? അത് തന്നെ ഓരോ അവിടെ ഇരുന്നോട്ടെ എന്ന് 3 മണിക്കൂർ പ്രായമായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്, ഇരുന്നോട്ടെ അവിടെ എന്നാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവരുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ഇവർ ഈ പരാതി കൊടുത്തിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഏരിയ സെക്രട്ടറിയുടെ ഫോൺ വരും, അവന്മാർ കൊടുത്ത പരാതി കൊട്ടയിലിട്ടേര്. കാരണം എന്താ, ഇവനെതിരെ അപ്പുറത്ത് നിൽക്കുന്ന അത്യാവശ്യം തുട്ടുള്ളവനാ, അവൻ കാശ് കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. ഇത് നേരെ ഇങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ധാർഷ്ട്യം മാത്രമല്ല, ധാർഷ്ട്യം വരെ അംഗീകരിച്ചിട്ടുണ്ട്, ഇനിയും കുറേ കൂടി അംഗീകരിക്കാനുണ്ട്. ധാർഷ്ട്യം മാത്രമല്ല, ഈ ധനസമ്പാദനവും കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് വെപ്പ്. ഓരോ നേതാവും ഓരോ മുതലാളിയായി മാറിയ ഒരു പരിവർത്തനത്തിന്റെ പാതയിലൂടെയാണ് കഴിഞ്ഞ 10 വർഷം കടന്നുപോയത്. ബൂർഷയെ തോപ്പിക്കണമെങ്കിൽ അവന്റെ അപ്പം ബൂർഷ ആവണമെന്ന് മറ്റേ സിനിമയുടെ ഡയലോഗ് ഉണ്ട്. അതെ അതെ, അതുപോലെ ബൂർഷയെ തോപ്പിക്കാൻ ഞങ്ങൾ ബൂർഷകളാകും എന്നുള്ളിടത്താണ്. എന്താണെങ്കിലും ശരി, സമാപിക്കുകയാണല്ലോ. അതെ, നേതാക്കളുടെ ധാർഷ്ട്യം ഏതായാലും പറഞ്ഞു പിണറായി വിജയനെ മാറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം പിണറായി വിജയനെ മാറ്റാൻ ഇവർക്ക് സാധിക്കില്ല, അതിനുള്ള ചങ്കൂറ്റം MA ബേബിക്കില്ല. അദ്ദേഹം പാസ് കിട്ടുമെന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്, പുള്ളിക്ക് അതൊട്ട് കിട്ടാനും പോകുന്നു.